നമസ്കാരം, ഞാൻ ഡോക്ടർ ജിതിൻ ബിനോയ് ജോർജ്, കിംസ് അൽഷിഫയിലെ സ്ട്രോക്ക് ആൻഡ് ഇന്റർവെൻഷണൽ ന്യൂറോളജിസ്റ്റാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വളരെ കോമൺ ആയിട്ടുള്ളൊരു ഡിസീസാണ്, അസുഖമാണ് സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം അഥവാ ബ്രെയിൻ അറ്റാക്ക്. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തലച്ചോറിലേക്കുള്ള രക്തവിതരണം തടസ്സപ്പെടുന്ന ഒരു അവസ്ഥയാണ് സ്ട്രോക്ക്. പ്രധാനമായ സ്ട്രോക്കും ഒരു ബ്ലോക്ക് കാരണമാണ്. മെയിനായിട്ടുള്ള രക്തക്കുഴലിൽ ഒരു ബ്ലോക്ക് ഉണ്ടാകുക. അങ്ങനെയുള്ള വലിയ രക്തക്കുഴൽ ബ്ലോക്കിനാണ് ലാർജ് വെസൽ ഒക്ലൂഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള വലിയ കുഴലിലെ ബ്ലോക്ക് നമുക്ക് അറിയാവുന്ന പോലെ ഒരു ഇഞ്ചക്ഷൻ നമ്മൾ മുന്നേ പരിചയപ്പെടുത്തിയ പോലെ ഒരു ത്രോംബോലൈസ് ഇഞ്ചക്ഷൻ നമ്മൾ പരിചയപ്പെടുത്തിയല്ലോ. ആ ബ്ലോക്കിൽ എപ്പോഴും ഇത് തുറന്നു കിട്ടാനുള്ള സാധ്യത അല്ലെങ്കിൽ അലിയിക്കാനുള്ള സാധ്യത വളരെ വിരളമാണ്. കാരണം ഇങ്ങനെയുള്ള ബ്ലോക്ക് ജീവനാപായം ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ പെർമനന്റ് ആയി തളർന്നു പോവുകയോ ചെയ്യും ചികിത്സ ലഭിക്കാത്ത സാഹചര്യത്തിൽ. ഇങ്ങനെയുള്ള വലിയ രക്തക്കുഴലിന്റെ ബ്ലോക്കിന്റെ ചികിത്സ എന്ന് പറയുന്നത് മെക്കാനിക്കൽ ത്രോംബെക്ടമി എന്ന് പറയുന്ന ഒരു പ്രൊസീജിയറാണ്. ഇത് ഓപ്പറേഷൻ ഒന്നുമല്ല, ഇത് തല തുറക്കൊന്നും വേണ്ട. നമ്മൾ കാലിലെ ഒരു രക്തക്കുഴൽ വഴി പോയി ഒരു കത്തീറ്ററിന്റെ സഹായത്തോടെ നമ്മൾ തലച്ചോറിലോട്ട് കടന്ന് ആ ബ്ലോക്ക് ആദ്യം നിർണ്ണയിച്ച് അവിടെ നമ്മൾ ആ ബ്ലോക്ക് നീക്കം ചെയ്യുന്നൊരു പ്രൊസീജിയറാണ്. ഇത് നമ്മൾ ഹാർട്ട് അറ്റാക്ക് ഒക്കെ ഉണ്ടാകുമ്പോൾ കാത്ത് ലാബിൽ പോയി ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നത് പോലെ കാത്ത് ലാബിൽ വെച്ചിട്ടാണ് ഈ പ്രൊസീജിയർ ചെയ്യുക. ഇത് എമർജൻസി ആയി ചെയ്യേണ്ട ഒരു പ്രൊസീജിയറാണ്. അല്ലെങ്കിൽ ആ രോഗി പൂർണ്ണമായി തളർന്നു പോവുകയോ മരണപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സ്ട്രോക്ക് തുടങ്ങി ഏകദേശം 6 മണിക്കൂർ വരെയാണ് ഇതിന് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളത്. ചില അപൂർവ കേസുകളിൽ 24 മണിക്കൂർ വരെയും ഈ ചികിത്സ നമുക്ക് നൽകുവാൻ സാധിക്കും. ഈ ചികിത്സയുടെ സക്സസ് രോഗി എത്ര പെട്ടെന്നാണ് ഈ ചികിത്സ ലഭിക്കുന്നതിനെ ആശ്രയിച്ചിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റൽസ് ഏതൊക്കെയാണ് തിരിച്ചറിഞ്ഞു വെക്കണം. കാരണം അങ്ങനെയുള്ള ഹോസ്പിറ്റൽസിൽ മാത്രമേ ഈ ചികിത്സ ലഭ്യമാവുകയുള്ളൂ.